Prince and the Family, director Bindo Stephen, writer Sharis Mohammed. Production എന്ന് പറയുന്നത് മാജിക് ഫ്രെയിംസ് ആണ്, ലിസ്റ്റൺ സ്റ്റീഫൻ. സ്റ്റാറിംഗ് ദിലീപ്, മഞ്ജു പിള്ളൈ, ബിന്ദു പണിക്കർ, റാണിയ, ജോണി ആന്റണി, അശ്വിൻ ജോസ്, അതുപോലെ തന്നെ സിദ്ദിഖ്. ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളും ഒരുപാട് വേഴ്സറ്റൈൽ ആയിട്ടുള്ള ആക്ടേഴ്സും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ കാലം ആയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള തിയേറ്ററിക്കൽ ഹിറ്റോ പ്രോപ്പർ ആയിട്ടുള്ള സിനിമയോ, അതായത് ദിലീപിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള സിനിമയോ വരാത്ത ഒരു ഇതിലെ ഒരു കരിയർ പാത്തിലെ കൂടെയാണ് ആക്ച്വലി ദിലീപ് പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി. സോ അങ്ങനെ വരുന്ന സമയത്ത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ഒരു ഫീൽ ഗുഡ് സിനിമയായിട്ട് ആക്ച്വലി ദിലീപ് വന്നിരിക്കുകയാണ്. ഇതിന്റെ ഈ സിനിമ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന് പറയുന്നത്, ഈ സിനിമ വന്നിട്ട് കംപ്ലീറ്റ്ലി ഒരാൾക്ക് സാറ്റിസ്ഫാക്ഷൻ തരുമോ എന്നുള്ളത് എനിക്ക് പേഴ്സണലി അറിയില്ല. പക്ഷേ എൻ്റെ ഒരു ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, എൻ്റെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് പറയുന്ന സമയത്തേക്ക് എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ടിട്ടുള്ളത്, അതായത് ഈ സീരീസ് ഓഫ് ഞാൻ പറഞ്ഞല്ലോ ദിലീപിൻ്റെ ഒരു മോശം കരിയറിൽ കൂടി പോകുന്നത്, അത് വെച്ച് നോക്കുന്ന സമയത്ത് പ്രിൻസ് ആൻഡ് ദ ഫാമിലി ഒരു ഡീസൻ്റ് ആയിട്ടുള്ള എൻ്റർടൈനർ ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനകത്ത് പലതരത്തിലുള്ള കോമഡിയും, എന്നാൽ എന്താ പറയുക, അതിനകത്തൊരു ഭയങ്കര റോ ആയിട്ടുള്ളതും ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള എന്താ പറയുക ഒരു തീമും ഉള്ള സിനിമയാണ് ആക്ച്വലി പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്നത്. ഷാരിസ് മുഹമ്മദ് റൈറ്ററിനെ പറ്റി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ജനഗണമന, മലയാളി ഫ്രം ഇന്ത്യ, ഇതൊക്കെ എഴുതിയിട്ടുള്ള ആളാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ റൈറ്റിംഗിൽ വരുന്ന സമയത്ത്, നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇതൊരു പ്രോപ്പർ ഫീൽ ഗുഡ് സിനിമയായിട്ട് തന്നെയാണ് ആക്ച്വലി ഇതിൻ്റെ റൈറ്റിംഗ് പാറ്റേൺ പോയിട്ടുള്ളത്. അവിടെ ഇവിടെ കോമഡി. പക്ഷേ ഇതിൻ്റെ അകത്തുള്ളൊരു പ്ലസ് പോയിന്റ് എന്ന് വെച്ചാൽ, ഇതിന് മുമ്പിലുള്ള ദിലീപിൻ്റെ സിനിമകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ദിലീപിൻ്റെ ആയിട്ടുള്ള രീതിയിലുള്ള സ്പേസിലേക്ക് വിടുന്ന ഒരു ഡയറക്ഷനെ കാണാൻ പറ്റും. പക്ഷേ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ ദിലീപ് ഒരു സട്ടിൽ ആയിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പോൾ ദിലീപിൻ്റെതായിട്ടുള്ള സ്പേസോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ദിലീപിൻ്റെ കയ്യിൽ നിറുന്ന പരിപാടികൾ വളരെ കുറവാണ്. എന്നാൽ സിനിമയ്ക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ, ദിലീപിന് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങളിൽ വന്നിട്ട് കോമഡി വർക്കൗട്ട് ആവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചില കോമഡികളൊക്കെ നന്നായിട്ട് വർക്കൗട്ട് ആവുന്നു ഈ സിനിമയിൽ ഫസ്റ്റ് ഹാഫിൽ ഉണ്ട്. എന്നാൽ പോലും ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിൽ വരുന്ന സമയത്തേക്ക് എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ലൈഫ് ഓഫ് ജോസൂട്ടി കണ്ട പോലെ ഒരു ഭയങ്കര ടോൺ ഡൗൺ ആയിട്ടുള്ള ഒരു സിനിമയാണ്. അറ്റ് ദ സെയിം ടൈം അവിടെ ഇവിടെ കോമഡി വർക്കൗട്ട് ആവുന്നുണ്ട്. ചില സമയത്ത് ചില ആൾക്കാർ എക്സെൻട്രിക് ആവുന്നുണ്ട്. അതിന്റെ റിയാക്ഷൻ പോലെയാണ് ആക്ച്വലി ദിലീപ് ചെയ്യുന്നത്. എപ്പോഴും പറയുന്ന പോലെ തന്നെ ദിലീപിന്റെ സിനിമ കരിയർ ഗ്രാഫ് അല്ലെങ്കിൽ ദിലീപിന്റെ സിനിമ വന്നിട്ട് ഡൗൺഫോൾ ആവാൻ തുടങ്ങിയത് പ്രോപ്പർ ആയിട്ടുള്ള കോമഡി കൈകാര്യം ചെയ്യാനുള്ള ആൾക്കാരുടെ കുറവും, അറ്റ് ദ സെയിം ടൈം ദിലീപ് ആസ് ആൻ ആക്ടർ പുള്ളിയുടെ കോമഡിയിൽ സംഭവിച്ചിട്ടുള്ള മാറ്റവും, അറ്റ് ദ സൊസൈറ്റി ലെവലിൽ കോമഡിയിൽ സംഭവിച്ചിട്ടുള്ള കോമഡി ആസ്വദിക്കുന്നതിനെ സംബന്ധിച്ചിട്ടുണ്ടായ മാറ്റമാണ് ആക്ച്വലി ദിലീപിന്റെ ഒരു കരിയറിന് മെയിൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പ്രോപ്പർ ഹിറ്റ് വരാത്തതിന്റെ മെയിൻ റീസൺ. സോ അങ്ങനെ വരുന്ന സമയത്ത് പ്രിൻസ് ആൻഡ് ദ ഫാമിലി ഒരു പരിധി വരെ ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്തേക്ക് ആ ഒരു പഴയ ഒരു ദിലീപ് ഫിലിം കാണുന്നതിൻ്റെ ഫീല്, അല്ലെങ്കിൽ പഴയ ദിലീപ് സിനിമ എന്നുള്ള ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ദിലീപ് സിനിമ കാണുന്ന ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് റൈറ്ററും അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ, കാരണം എപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ കോമഡി, ഞാൻ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് കോമഡി എന്ന് പറയുന്നത് അത് വർക്കൗട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും ടഫായിട്ടുള്ള ഒരു കാറ്റഗറിയാണ് കോമഡി എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റിൻ്റെ ഉള്ളിൽ കോമഡി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിച്ചു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അത്രയും കിടിലം ആക്ടേഴ്സ് ഉണ്ടാവും പണ്ടൊക്കെ ഉള്ള പോലത്തെ, ഇപ്പോൾ സലീം കുമാറിൻ്റെ പ്രൈമും ഹരിശ്രേഷൻ്റെ പ്രൈമൊക്കെ ആകുമ്പോൾ അത്രയും കയ്യിൽ നിടാനുള്ള ആൾക്കാരും അതൊക്കെ വർക്കൗട്ട് ആവാൻ വേണം. പക്ഷെ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് അല്ലാതപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനിമയിലൊക്കെ സംഭവിച്ച ഞാൻ പറഞ്ഞത് എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ആ ഒരു എക്സെൻട്രിസിറ്റി എലമെന്റ് ഇതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ലക്കിലി അത് ദിലീപ് കാരണമല്ല, അത് വേറൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ആ ക്യാരക്ടറാണ് ആക്ച്വലി സിനിമയുടെ നെടുന്തൂൺ എന്ന് പറയുന്നത്. റാണിയാണ് ആക്ച്വലി ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. ആ ഒരു ക്യാരക്ടറിന്റെ എലിവേഷനും ഡൗൺഫോളാണ് ആക്ച്വലി ഈ സിനിമ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി. ആ സിനിമ ഈ പുള്ളിക്കാരൻ ആക്ച്വലി സെക്കൻഡ് ഹാഫിൽ അത് ഫസ്റ്റ് ഹാഫിന് ഏറ്റവും ലാസ്റ്റിലോട്ടാണ് വരുന്നത്. ആ സിനിമയുടെ ഗ്രാഫ് അപ്ലിഫ്റ്റ് ചെയ്യുന്നതിൽ ഇതൊരു ചെറിയൊരു നൂൽപ്പാലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതായത് ഒരു ഹിറ്റ് ഓർ മിസ്സിന്റെ ആ ബോർഡറിൽ എന്തെങ്കിലും ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ അത് അടപടലായി പോയിരുന്നു എന്നുള്ളൊരു ഫീല് തരുന്ന ഒരു ക്യാരക്ടർ, അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേയും ഈ സിനിമയുടെ. പക്ഷേ അത് ഒരു പരിധി വരെ ഒരു മെനയുള്ള രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഡയറക്ടറിനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേക്കും അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. ദിലീപ് കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയ പോലെ ഫീൽ ചെയ്തു. കാരണം ദിലീപിനൊരു മുറുക്കം ഈ ഇടയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ. അതിൽ നിന്ന് മാറി കുറച്ചൊന്ന് ഫ്ലെക്സിബിൾ ആവും. എന്നാൽ പോലും ആ ദിലീപിൻ്റെ ഒരു ഓറ പല സ്ഥലങ്ങളിലായിട്ട് നഷ്ടപ്പെടുന്ന പോലെ തന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സിനിമ തുടക്കത്തിലുള്ള സമയത്ത് ഈ സിനിമയുടെ ടൈറ്റിൽ കാർഡ്, ദിലീപിന്റെ 150ാമത്തെ ചിത്രമാണ് ആക്ച്വലി ഇതെന്ന് പറയുന്നത്. ഇതിന്റെ ടൈറ്റിൽ കാർഡിലേക്ക് വരും. ടൈറ്റിൽ കാർഡ് പറയില്ല, ആ ചറപറ എന്ന് പറയുന്നത് ഇപ്പോൾ ലിയോ മുതൽ വരുന്നുണ്ടല്ലോ, ആ ഒരു ജനപ്രിയ നായകൻ ടൈറ്റിൽ, അതൊന്നും ഇല്ലാതെ ആ ഒരു ടൈറ്റിൽ കാർഡിൽ
ഒരുപാട് ആൾക്കാർ, എനിക്കൊക്കെ പേഴ്സണലി വന്നിട്ട് ഒരു എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് പോയൊരു ആ ഒരു ഫീൽ, ആ ഒരു 15 സെക്കൻഡിൻ്റെ കാലമാണല്ലോ ഇപ്പോൾ. ആ 15 സെക്കൻഡിൽ നമുക്കൊരു ഒരു വല്ലാത്തൊരു ഫീല്, അതായത് നമ്മൾ ദിലീപിൻ്റെ മുമ്പിലത്തെ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നെങ്കിൽ, ദിലീപ് എന്ന് പറയുന്ന ആക്ടറിനെ ഇഷ്ടപ്പെടും, ദിലീപിൻ്റെ കോമഡി ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ ആ ഒരു 15 സെക്കൻഡ് നമുക്കൊരു വല്ലാത്തൊരു സീരീസ് ഓഫ് ഇവൻറ്റ്സ് നമ്മളെ കണ്ണിലൂടെ പോകും. അത് ലിറ്ററലി എനിക്ക് സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ കാർഡ്, ഐ മീൻ ദിലീപിൻ്റെ ടൈറ്റിൽ കാർഡായിട്ടില്ല, അത് ആക്ച്വലി ദിലീപ് എന്താ പറയുക, ദിലീപ് നമ്മളോട് സംസാരിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി അതിൻ്റെ അത് ചെയ്യുന്നത് വളരെ നന്നായിട്ട് ഫീൽ ചെയ്തു. ആക്ച്വലി അത് ഭയങ്കര ഒരു രസമുള്ള പരിപാടിയായിരുന്നു. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്തൊക്കെ വെച്ചാൽ പറഞ്ഞില്ല, ഈ 2 കൺട്രീസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തൊക്കെ വെച്ചാൽ ദിലീപിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു മന്ദ ഉണ്ടല്ലോ, അതായത് അത്രയും കോമഡി ടൈമിങ്ങിൽ വരുന്നൊരു മന്ദ. അപ്പോൾ ആ ഒരു സെയിം പ്ലാറ്റ്ഫോമിലാണ് ഈ സിനിമകൾ. പക്ഷേ ഇതിൻ്റെ അത് ഭയങ്കര എക്സെൻട്രിക് ആയി ഭയങ്കര ഹെവിലി ഇമോഷൻ, അല്ലെങ്കിൽ ഹെവിലി വന്നിട്ട് എന്താ പറയുക, ലൗഡ് ഔട്ട് എന്ന് പറയുന്ന പെർസ്പെക്റ്റീവിൽ അങ്ങനെയാണ് ആക്ച്വലി ഇതിൻ്റെ സെക്കൻഡ് ഹാഫിലുള്ള ഈ ക്യാരക്ടർ വരുന്നത്. അതൊരു പൊടിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ആവശ്യം. പുള്ളിക്കാർ അതിൻ്റെ മാക്സിമം ചില സ്ഥലത്ത് വന്നിട്ട് നമുക്കൊരു പ്രശ്നമായിട്ട് തോന്നിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് അതിൻ്റെ ഇമോഷൻസ് വർക്കാണ്. സോ അങ്ങനത്തുള്ള ഒരു ഇമോഷനെ അല്ലെങ്കിൽ ഒരു സിനിമേനെ ആ സിനിമയുടെ ടൈമോട് കൂടി എടുത്തിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാർക്ക് ഈ സിനിമ ഒരുപാട് ഒരു റോളർ കോസ്റ്റർ ഫീലിംഗ് നമുക്ക് തരുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ മഞ്ജു പിള്ളയുടെ ക്യാരക്ടറൊക്കെ ആയിക്കഴിഞ്ഞാലും അത് ഒരു വിഭാഗം ആൾക്കാർക്ക് അത് ചിലപ്പോൾ ക്രിഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു വിഭാഗം ആൾക്കാർ നമ്മളതിൻ്റെ ആ ഒരു മൈന്യൂട്ട് ഇമോഷനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ആ മൈന്യൂട്ട് ഇമോഷൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ അത് കണക്റ്റ് ആവുന്ന ആൾക്കാരുണ്ട്. ഭൂരിഭാഗം പേർക്കും കണക്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു തിയേറ്ററിൽ. അതുകൊണ്ടായിരിക്കും തിയേറ്ററിൽ പല സ്ഥലങ്ങളിലും പല സ്ഥലത്തും ക്ലാപ്സും അതുപോലെ തന്നെ പല സ്ഥലത്തും ജെനുവിനായിട്ടുള്ള ചിരിയും വന്നിട്ടുള്ളത്. എന്നാൽ ഈ സിനിമ കംപ്ലീറ്റ്ലി മോൾഡഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള ഫ്ലോസ് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും കോമഡിയിലേക്ക് വരുന്ന സമയത്ത് സിദ്ദിഖിന്റെ ചില കോമഡികളുണ്ട്, ഒരു നിഷ്കളങ്കമായിട്ടുള്ള അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ എല്ലാവരും വന്നിട്ട് ഹൈടെക് അല്ലല്ലോ, അങ്ങനത്തെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കോമഡികൾ എന്ന് പറയുന്നത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കും സിനിമ വേണമല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരു മാർക്കോ, എല്ലാവർക്കും ഒരു പറയുന്ന പോലെ റൈഫിൾ ക്ലബ്ബോ, എല്ലാവർക്കും വന്നിട്ട് നമ്മുടെ ഹിറ്റോ, അങ്ങനെ എല്ലാവർക്കും കാണാൻ പറ്റണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റുന്ന സിനിമകൾ, എല്ലാവർക്കും മുഖം ചുളിക്കാതെ കാണാൻ പറ്റുന്ന സിനിമകളും വരണമല്ലോ നമുക്ക്. എല്ലാ പെർസ്പെക്റ്റീവിലും, നമ്മുടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നുള്ള പെർസ്പെക്റ്റീവിലായാലും ശരി, നമ്മുടെ എന്താ പറയുക ഇതിൻ്റെ, അതായത് നമ്മുടെ വയലൻസും അങ്ങനത്തെയുള്ള പെർസ്പെക്റ്റീവിലായാലും ശരി. സോ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ സിനിമ വരുന്ന സമയത്ത് പലതരത്തിലുള്ള ഏച്ചുകെട്ടുകൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അതായത് ഇത് ഇങ്ങനെയാണ് ഈ സിനിമയുടെ പൊളിറ്റിക്സ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന രീതിയിൽ. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള നമ്മുടെ സോഷ്യൽ മീഡിയ ഇതുണ്ടല്ലോ, ഇപ്പോൾ പറയുന്നതൊക്കെ എപ്പോഴും 15 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഒരാൾക്ക് നിങ്ങളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ യു ആർ ഔട്ട് ഓഫ് ദിസ് വേൾഡ്. അതായത് നമ്മുടെ മറ്റേ ഡാർവിൻസ് പരിപാടിയുള്ളല്ലോ, ഫിറ്റസ്റ്റ്. ആ 15 സെക്കൻഡിൽ നമുക്ക് കാണാൻ പറ്റും, നമ്മളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇപ്പോഴത്തെ. അപ്പോൾ ആ 15 സെക്കൻഡിൻ്റെ ആ ലോകത്ത് ഒരു സിനിമ, ആ സിനിമയുടെ ഇമോഷണൽ റോളർ കോസ്റ്റർ വഴി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള പെർസ്പെക്റ്റീവിലായിരിക്കുമ്പോൾ ഈ സിനിമ കുറച്ചും കൂടി അവർക്ക് കണക്ട് ആവുന്നതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ കണക്ട് ആവാത്ത ആൾക്കാർ അവരവരുടെ ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്. ആക്ച്വലി ഒരാളുടെ അഭിപ്രായം എന്നുള്ള ഒരാളുടെ മാത്രം പേഴ്സണൽ അഭിപ്രായമാണ്, അത് വേറൊരാളുടെ അടിച്ചേൽപ്പിക്കേണ്ട കാര്യമല്ല. എൻ്റെ പെർസ്പെക്റ്റീവിലും അതങ്ങനെയാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. അത് നമ്മൾ എടുക്കണം എടുക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവാണ്. ഉർവശി വലിയൊരു ക്യാരക്ടർ. ഉർവശിയൊക്കെ പറയുന്ന സമയത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് ആവുകയാണ് ചില സിനിമ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു വോയിസും പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ഉള്ള ആളാണ് ആക്ച്വലി ഉർവശി. അപ്പോൾ ഉർവശി ഒരു ചെറിയൊരു റോളാണെങ്കിൽ കൂടി അതിൻ്റെ ഒരു പവർ ഭയങ്കരമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഉർവശി, ജോണി ആൻ്റണിയൊക്കെ വന്നിട്ട് വളരെ നല്ലൊരു കെമിസ്ട്രി ദിലീപുമായിട്ട് ഈ സിനിമേൻ്റെ അകത്ത് ഉണ്ട്. സിദ്ദിഖിൻ്റെ 1-2 സാധനങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ മീമായിട്ട് വരാനുള്ള സാധ്യത, ഐ മീൻ നമ്മുടെ സ്റ്റിക്കറായിട്ട് വരുന്ന 1-2 സാധനങ്ങളൊക്കെ ഉണ്ട്. സോ അതൊക്കെ വന്നിട്ട് അതിൻ്റെ ഒബ്വിയസ്ലി ഞാൻ വിചാരിക്കുന്ന ഈ സിനിമ ദിലീപിന് OTT-യിൽ ഒരു സെയിൽ വരാൻ പോകുന്ന സിനിമയാണ് കുറച്ച് കാലത്തിന് ശേഷം. സോ അതൊക്കെ അങ്ങനെ വരുന്ന സമയത്ത് കുറച്ചും കൂടി അടിപൊളിയാവുമെന്ന് വിചാരിക്കുന്നു. ആകെ മൊത്തത്തിൽ പറയാൻ മറന്നു, ഇതിൻ്റെ ടെക്നിക്കൽ പെർസ്പെക്റ്റീവിലേക്ക് പോയേയില്ല. ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് സനൽദേവാണ്. ഗംഭീരമായിട്ടുള്ള മ്യൂസിക്കാണ്. എല്ലാ പാട്ടുകളും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നല്ല രസമുള്ള പാട്ടുകളായിരുന്നു എല്ലാം കേൾക്കാൻ വേണ്ടിയിട്ടും. സിനിമാറ്റോഗ്രാഫർ റെനാ ഡൈവ് ആണ്. ഈ സിനിമേൻ്റെ അകത്ത് ഇതൊരു ഫീൽ ഗുഡ് ആണല്ലോ, അത് വലിയ
വലിയ പരിപാടികളൊന്നും ടെക്നിക്കലി കാണിക്കാറില്ല, ഉള്ളത് വൃത്തിയായിട്ട് ചെയ്താൽ മതി. അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. സാഗർ ദോസാണ് ആക്ച്വലി എഡിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആകെ മൊത്തത്തിൽ ദിലീപ് എന്ന് പറയുന്ന ഒരാൾ ഇതിന്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ സമയത്ത് ദിലീപ് എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ ഈ സിനിമ കൊണ്ടുപോകാൻ പറ്റും. കാരണം അങ്ങനെയുള്ള ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് ആക്ച്വലി. അത് ഇപ്പൊ തുടരും പറയുന്ന സമയത്ത് ലാലേട്ടൻ അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കുമല്ലോ തുടരും. അത് തുടരുന്ന സിനിമയ്ക്ക് അതിന്റെ ഒരു ഫോൾട്ട് ഏരിയ ഉണ്ട്. പക്ഷെ ലാലേട്ടൻ നമ്മൾ അങ്ങനെ കുറെ കാലമായിട്ട് കണ്ടില്ല, പെട്ടെന്ന് ലാലേട്ടൻ അങ്ങനെ കാണുന്നു എന്ന് പറയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് ആക്ച്വലി എനിക്ക് പ്രിൻസ് ആൻഡ് ഫാമിലിയും ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ള ദിലീപ് സിനിമകളിൽ എനിക്ക് കുറച്ചൊരു സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി പ്രിൻസ് ആൻഡ് ദ ഫാമിലി. ഒരു ഇമോഷണൽ ആയിട്ടും ഒരു എന്താ പറയുക, ചില ചെറിയ കോമഡി ആയി കഴിഞ്ഞാലും ചെറിയ ഒരു മൊമെന്റ്സുകളായിട്ടും എന്താ പറയുക, ചെറിയ കാര്യങ്ങൾ ആക്ച്വലി ബിന്ദു പണിക്കർ പറയുന്ന ചില ഡയലോഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഒരു ഫീൽ ഗുഡ് അല്ലെങ്കിൽ ഒരു ഫൺ ഫാമിലി ഫിലിം കാണാനുള്ള താല്പര്യമുള്ള അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ആക്ച്വലി പ്രിൻസ് ആൻഡ് ദ ഫാമിലി. അല്ലെങ്കിൽ അത് OTT-യിൽ പതിവ് തന്നെ വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും നിങ്ങൾക്ക് പ്രിൻസ് ആൻഡ് ദ ഫാമിലി കാണാം, തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമില്ലാത്തവർക്ക്. സോ ഡു വാച്ച് പ്രിൻസ് ആൻഡ് ഫാമിലി ഇൻ യുവർ തിയേറ്റേഴ്സ്.